ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ മുഖ്യ വാർത്ത അതൊരു എക്സ്ക്ലൂസീവ് ഒന്നുമല്ല, കേന്ദ്ര തീരുമാനത്തെക്കുറിച്ചുള്ളൊരു വാർത്തയാണ്. പക്ഷേ ആ വാർത്ത കേരളത്തിലെ ഒരു പത്രമാധ്യമത്തിലും ഒരു വരി പോലും വേറെ വന്നിട്ടില്ല. മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ, അല്ലെ മുഖ്യധാര പത്രങ്ങളിൽ. എന്താ കാര്യം? ഇത് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലേ? വാർത്ത കൊടുക്കാൻ താല്പര്യമില്ലേ? വാർത്ത വായിക്കാം. കേരളത്തിന് ഓട്ടക്കാലണ തന്നെ വീണ്ടും ചെന്നു. ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും ഒരു വർഷത്തിൻ്റെ രണ്ടാം തവണ സഹായം അനുവദിച്ച കേന്ദ്ര ബി ജെ പി സർക്കാർ ഇത്തവണയും കേരളത്തെ ക്രൂരമായി അവഗണിച്ചു. പ്രകൃതിക്ഷോഭക്കെടുതികൾ പരിഗണിച്ച് 1554.99 കോടി രൂപയുടെ പ്രത്യേക സഹായം അനുവദിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിലും കേരളം ഇല്ല. ഒഡീഷ, ത്രിപുര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, നാഗാലാൻഡ് സംസ്ഥാനങ്ങൾക്കായി ഇത് വീതിച്ചു കൊടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടേതാണ് തീരുമാനം. ഇതിൽ തെലങ്കാന ഒഴികെ എല്ലാം NDA ഭരിക്കുന്ന BJP സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ആന്ധ്രാപ്രദേശിന് 1036 കോടിയും തെലങ്കാനയ്ക്ക് 416.80 കോടിയും സഹായം അനുവദിച്ചിരുന്നു കേന്ദ്രം. അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്. എന്നാൽ 400ഓളം പേർ കൊല്ലപ്പെടുകയും വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത വയനാട് ദുരന്തമുണ്ടായിട്ടും കേരളത്തിന് പ്രത്യേക സഹായം അനുവദിക്കാൻ മോദി സർക്കാർ തയ്യാറായില്ല. ഇത് രണ്ടാമത്തെയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപിച്ച അടുത്ത സഹായം. ദേശീയ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ നിധി, അതിൽ നിന്നാണ് ഇപ്പോൾ 5 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സഹായം അനുവദിച്ചത്. അതിലും കേരളമില്ല. ഇനി ആന്ധ്രാപ്രദേശിന് വീണ്ടും 608.08 കോടി, നാഗാലാൻഡിന് 170.99 കോടി, ഒഡീഷയ്ക്ക് 255.24 കോടി, ത്രിപുരയ്ക്ക് 288.93 കോടി വീണ്ടും അനുവദിച്ചിരിക്കുന്നു. BJP മുഖ്യ പ്രതിപക്ഷമായി വളരാൻ ശ്രമിക്കുന്ന തെലങ്കാനയ്ക്ക് മനസ്സിലായല്ലോ 231.75 കോടിയും BJP അവിടെ വളരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ BJPക്ക് കേരളത്തിൽ വളരാൻ ആഗ്രഹമില്ലായിരിക്കും, അല്ലെങ്കിൽ സഹായം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഗഡു സഹായത്തിലും കേരളത്തിന് ഒന്നുമില്ല. പിന്നെന്താ കേരളത്തിന് വരുന്നത്? വയനാട് ദുരിതാശ്വാസ ബാധിതരുടെ പുനരധിവാസത്തിനായി 2219 കോടിയുടെ പ്രത്യേക ധനസഹായം ആഗസ്റ്റിൽ കേരളം കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ സമഗ്രമായ നിവേദനം നൽകി. മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ടു. ധനസഹായം വേഗം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമ്മേളനത്തിൽ സംസ്ഥാന MP-മാർ ഒന്നിച്ച് നിവേദനം നൽകി ആഭ്യന്തരമന്ത്രിക്ക്. എന്നാൽ കേരളത്തെ കുറ്റപ്പെടുത്തുന്ന നുണ പ്രസ്താവനയാണ് ആഭ്യന്തരമന്ത്രി നടത്തിയത്. വയനാട് ദുരിതബാധിതർക്കായി 2 ടൗൺഷിപ്പ് ഉൾപ്പെടെ നിർമ്മിക്കുന്ന നടപടികളിലേക്ക് കേരളം നീങ്ങുമ്പോഴാണ് കേന്ദ്രത്തിന്റെ തുടർച്ചയായ അവഗണന. അതിനിടെ വയനാട് പുനരധിവാസത്തിന് ഫെബ്രുവരിയിൽ 529 കോടി രൂപ വായ്പ അനുവദിച്ച കേന്ദ്രം മാർച്ച് 1 ചെലവഴിക്കണമെന്ന് വിചിത്ര വ്യവസ്ഥയും വെച്ചു. അതായത് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയട്ടെ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എന്താ പറയാനുള്ള, കോൺഗ്രസിനും BJPക്കും. അതായത് വയനാട് പാക്കേജായിട്ട് ഒരാഴ്ച മുമ്പ് 529 കോടി രൂപ വായ്പ കേരളത്തിൽ അനുവദിച്ചു. വായ്പ, നോട്ട് ഗ്രാന്റ്, സംഭാവനയല്ല. ഇപ്പം ആന്ധ്രയ്ക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി ഇപ്പം കൊടുത്ത രണ്ടാം ഗഡു കോടികളുടെ കണക്കാണ് ഇപ്പം ഞാൻ ഈ വായിച്ച വാർത്ത. പക്ഷേ വയനാടിന് അനുവദിച്ചത് ഒരാഴ്ച 529 കോടി രൂപ വായ്പ, സഹായമല്ല, വായ്പ. 50 വർഷം കൊണ്ട് പലിശ സഹിതം തിരിച്ചടയ്ക്കണം. പലിശ സഹിതം കേരള ഈ വായ്പ തിരിച്ചടയ്ക്കണം. അപ്പൊ കേന്ദ്രം അതിലും വലിയ ക്രൂര കൃത്യം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. മാർച്ച് 31 മുമ്പ് ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് ഇത് ചെലവഴിക്കണം. ഈ 529 കോടി രൂപ എങ്ങനെ ചെലവഴിക്കാൻ പറ്റും? ഇനി ആകെ 40 ദിവസമേ ബാക്കിയുള്ളൂ. എങ്ങനെ ചെലവഴിക്കാൻ പറ്റും? അവ തികച്ച് അപ്രായോഗികമായ ഒരു വായ്പ പ്രഖ്യാപിച്ചു. അത് നടപ്പാക്കാൻ കേരളത്തിന് അവകാശമില്ല.
അതിനുള്ള സമയമില്ല. പിന്നെ അത് പലിശ ചെയ്ത് തിരിച്ചടയ്ക്കണം. ഇനി ചിലവാക്കിയില്ലെങ്കിൽ അത് ലാപ്സായി പോകും. അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ. ഫലത്തിൽ കേരളത്തിന് പറഞ്ഞില്ലേ, ഒന്നും തരാൻ പോണില്ല. കേന്ദ്രം കേരളത്തിന് ഒന്നും തരാൻ പോണില്ല. മറ്റ് സംസ്ഥാനങ്ങൾക്ക്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും BJP സഖ്യകക്ഷികൾക്കും, അതേപോലെ നാളെ BJP അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നിടത്തുമൊക്കെ കോരി കോടികൾ കൊടുക്കുകയാണ്. വായ്പയല്ല, ഗ്രാൻഡായിട്ട് കൊടുക്കുകയാണ് സഹായം. ഇപ്പോൾ ആന്ധ്രയിലും ഒഡീഷയിലും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായ പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. 400-ലധികം പേർ മരണപ്പെട്ട ദുരന്തം, ഇരിക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ, രക്ഷപ്പെട്ടവരുടെ. ഇപ്പൊ വരെ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? ഇതാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാന വാർത്ത. ഇതാണ്. പക്ഷേ കേരളത്തിലെ ഒറ്റ മാധ്യമങ്ങൾക്കും മറ്റൊരു മാധ്യമങ്ങൾക്കും ഇത് വാർത്തയല്ല. അവർക്കൊന്നുമില്ല. അവർക്ക് മറ്റു കാര്യങ്ങൾ, കേരളത്തെ എങ്ങനെ ചൊറിയാം, പിണറായി സർക്കാരിനെ എങ്ങനെ ചൊറിയാം, ഇങ്ങനെ അത് എന്തിൻ്റെ പേരിലായിക്കോട്ടെ ചൊറിയാൻ നോക്കി വാർത്തകൾ ചമക്കുകയാണ് മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ. അതാണ് കഷ്ടം എന്ന് പറയുന്നത്.